ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളിന് ഒരുക്കമായ മൂന്നാം ദിനത്തിൽ നാം എത്തിച്ചേർന്നിരിക്കുന്നു. വടക്കേ ഇറ്റലിയിലെ പ്രകാശപൂർണമായ മല എന്നർത്ഥം വരുന്ന മോണ്ടിഗ്യാരി എന്ന സ്ഥലത്ത് പിയറീന എന്ന നേഴ്സിന് പരിശുദ്ധ കന്യക നൽകിയ ദർശനമാണ് റോസ മിസ്റ്റിക്ക എന്ന നാമധേയത്തിന് വഴിതെളിച്ചത്. വൈദികരുടെയും സമർപ്പിതരുടെയും വിശദീകരണത്തിൽ പരിശുദ്ധ കന്യകയ്ക്കുള്ള അഗാധമായ ആകാംക്ഷ ഈ ദർശനത്തിൽ അമ്മ വ്യക്തമാക്കുന്നുണ്ട്. അലൗകിക സൗന്ദര്യധാമമായ മറിയം റോസ് നിറമുള്ള വസ്ത്രവും തലയിൽ വെള്ള നിറമുള്ള ആഭരണവും ധരിച്ചിരുന്നു. വളരെ ദുഃഖിതയായി കാണപ്പെട്ട അവളുടെ നയനങ്ങളിൽ നിന്നും കണ്ണുനീർ നിലത്ത് പതിച്ചുകൊണ്ടിരുന്നു. അവളുടെ മാറിടത്തെ 3 വലിയ വാളുകൾ ഭേദിച്ചിരുന്നു. പ്രാർത്ഥന, പ്രായശ്ചിത്തം, പരിഹാരം ഇവയാണ് അമ്മ ആവശ്യപ്പെട്ടത്. 3 വാളിന്റെ സ്ഥാനത്ത് വെള്ളയും ചുവപ്പും സ്വർണവും നിറമുള്ള 3 റോസാ പുഷ്പങ്ങൾ ദൃശ്യമായിരുന്നു. വെള്ള റോസ് പ്രാർത്ഥനയെയും ചുവന്ന റോസ് പരിഹാര പരിത്യാഗത്തെയും സ്വർണ്ണ റോസ് പ്രായശ്ചിത്തത്തെയും ആണ് സൂചിപ്പിക്കുന്നത്. പരിശുദ്ധ അമ്മ അരുളി ചെയ്തത് ഇപ്രകാരമാണ്: പ്രാർത്ഥിക്കുക, പരിശുദ്ധ ജപമാല ജപിക്കുക, പ്രായശ്ചിത്തം ചെയ്യുക, ജീവിതത്തിലെ ചെറുതായ കുരിശുകൾ പോലും ഏറ്റവും സ്നേഹത്തോടെ സ്വീകരിക്കുക, ജോലികൾ വിശ്വസ്തയോടെ പ്രായശ്ചിത്ത രൂപയിൽ ചെയ്യുക. റോസാ മിസ്റ്റിക്ക മാതാവേ, ഈശോയുടെ അമ്മേ, അമ്മയുടെ ജന്മ തിരുനാളിനായി ഒരുങ്ങുമ്പോൾ പ്രാർത്ഥനയും പ്രായശ്ചിത്തവും പരിഹാരവും വഴി എൻ്റെ ജീവിതത്തെയും ലോകം മുഴുവനെയും വിശദീകരിക്കുവാൻ അങ്ങയോട് വറ്റാത്ത മാതൃസ്നേഹം എനിക്ക് നൽകണം. തിന്മയുടെ സാഗരത്തിൽ നീങ്ങിത്തൊഴുകുന്ന ലോകത്തിന് പ്രത്യാശയുടെ മഴവില്ലായ മറിയത്തിന്റെ മാധ്യസ്ഥം നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ.